അവരുടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകും, അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവ് കൊണ്ട് അവർ ധാരാളം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഗീബത്ത് പറയും, ആരോപണങ്ങൾ പറയും. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നാവ് കൊണ്ടുള്ള ഉപദ്രവം കാരണത്താൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. ഞാൻ നമസ്കരിക്കുകയും നോമ്പുകൾക്കൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ഗീബത്ത് ഞാൻ പറഞ്ഞാലും വലിയ പ്രശ്നമല്ല എന്ന് ആരും ധരിക്കരുത്. നമ്മുടെ നമസ്കാരങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളുടെയും നന്മകൾ നാം ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അതിൻ്റെ പുണ്യം അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും. പിന്നീട് അവരുടെ തിന്മകൾ നമ്മുടെ മേൽ വഹിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. പിന്നീട് ആ പാപങ്ങളുമായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് ഗീബത്തിന്റെ ഗൗരവം. ആ നിലക്ക് ഗീബത്തിനെ മനസ്സിലാക്കി, പരദൂഷണത്തെ മനസ്സിലാക്കി, ആ മഹാവിപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നാം വിട്ടുനിൽക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന